2003 2004 കാലഘട്ടം. അന്ന് ഒരു ദിവസം വൈകുന്നേരം ഡാഡിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സെൻറ്റ് ജോസഫ് സ്കൂള് കരുത്തല, നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. അപ്പോൾ ചില സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടെ പോകാറുണ്ട്. പ്രോഗ്രാമിന് വേണ്ടി പോകുന്നതല്ല, ബേസിക്കലി സമയം ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഒന്ന് പങ്കിടാനായിട്ട് ഡാഡിയുടെ തിരക്കുള്ള ഷെഡ്യൂളിൽ പങ്കിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അന്നും ഡാഡിനൊപ്പം ഞാനുണ്ടായിരുന്നു ഈ വൈകുന്നേരം ഈ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ. ഡാഡിയാണ് പരിപാടിക്ക് പോയത്, ഞാൻ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഡാഡി എന്നോട് പറഞ്ഞത്, ഈ സ്കൂളിലുള്ള അവിടുത്തെ കഷ്ടപ്പാടുകളാണ്. അവിടുത്തെ പിള്ളേർ അടുത്തുള്ള ഏരിയയിൽ നിന്നാണ്, കമ്മട്ടിപ്പാടം പോലുള്ള ഏരിയയിൽ നിന്നാണ് പിള്ളേർ വരുന്നത്. അവർക്ക് സിസ്റ്റർ പറഞ്ഞ പ്രശ്നങ്ങൾ, ഭക്ഷണത്തിനുള്ള പ്രശ്നം, പിള്ളേർക്ക് അവിടെ ഫോൾ ഔട്ടുണ്ട്. ഫോൾ ഔട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയും പയറും കൊടുക്കുന്നത് കഴിക്കാൻ വരാൻ പിള്ളേർക്ക് താല്പര്യമില്ല. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ പല പിള്ളേരും വരുന്നത് പട്ടിണിയായിട്ടായിരിക്കും. അപ്പം ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് അവരുടെ മെയിൻ മീൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഏറ്റവും വലിയ ഭക്ഷണം. അപ്പം ഇതിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പുള്ളി അന്ന് തീരുമാനിച്ചിരുന്നു. അന്ന് സിസ്റ്ററോട് പറഞ്ഞത്, എൻ്റെ ഈ മാസത്തെ ശമ്പളം ഞാനിതിന് തന്നേക്കാം, ഇവർക്ക് ന്യൂട്രീഷ്യസ് മീല് തുടങ്ങാം. പക്ഷെ അത് എങ്ങനെ ഏതെന്നൊന്നും ഒരു കോൺസെപ്റ്റൊന്നും വിചാരിച്ചിട്ടില്ല. അത് കേട്ടിട്ടുള്ളൊരു വികാരത്തിൽ തുടങ്ങിയൊരു കോൺസെപ്റ്റാണത്. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ KV തോമസ് വിദ്യാനന്ദ് ട്രസ്റ്റിൻ്റെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത്. പുള്ളിയുടെ തന്നെയാണ് ഒരു മാനുഷിക പരിഗണന എന്നുള്ള നിലയിൽ തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മളത് സ്ഥിരമായിട്ട് ആ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി എന്നുള്ളതിന് പകരം അവിടെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തി. ആ സംവിധാനം തുടർന്ന് വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി, ഇത് ഒരു സ്കൂളിൻ്റെ മാത്രം പ്രശ്നമല്ല, പല പല സ്കൂളുകളുടെ പ്രശ്നമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അങ്ങനെയാണ് എല്ലാ സ്കൂളുകളുടെയും എന്തോരം കുട്ടികൾക്ക് ഗവൺമെൻറ് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടോ ആ കുട്ടികൾ, അത് എറണാകുളം പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ആ സ്കൂളുകളിലേക്ക് അവിടുത്തെ പാരൻറ് ടീച്ചേഴ്സിൻ്റെയും കൂടി ഒരു കൺസൾട്ടേഷനോടുകൂടി ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കാനുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. അതാണ് വിദ്യാപോഷണം. നേരിട്ട് സ്കൂളുകളിലേക്ക് നമ്മൾ അവിടുത്തെ അക്കൗണ്ടിലേക്ക് ചെക്ക് മുഖേനയോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പലരോടും പറഞ്ഞും എല്ലാമാണ് ആ പൈസ അവിടെ എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പടിപടിയായിട്ടാണ് വിദ്യാധനം ട്രസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ തുടക്കം കുറിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഡാഡിക്ക് തോന്നിയ ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന, അല്ലെങ്കിൽ ഒരു അധ്യാപകന് വിദ്യാർത്ഥികൾക്കോട് തോന്നുന്ന സ്നേഹം, അതാണ് പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ്.